മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിനെ തുടർന്ന് 225 മരണങ്ങളാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. അത് കണക്കിതിനകം വന്നതാണ്. മേപ്പാടിയിൽ നിന്ന് 148, നിലമ്പൂരിൽ നിന്ന് 77. ഇത്രയും മൃതദേഹങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കണക്ക്. ഇതിനു പുറമെ വിവിധ ഇടങ്ങളിൽ നിന്നായി മേപ്പാടിയിൽ നിന്ന് 30, നിലമ്പൂർ മേഖലയിൽ 165, ഇങ്ങനെ 195 ശരീരഭാഗങ്ങൾ കണ്ടെത്തി. കണ്ടെടുക്കുന്ന ശരീരഭാഗങ്ങൾ 90% അതിന് മുകളിലോ ഉണ്ടെങ്കിൽ അതൊരു മൃതദേഹമായി കണക്കാക്കുന്നതാണ് രീതി. 90% കുറഞ്ഞതാണെങ്കിൽ അതിനെ ശരീരഭാഗമായാണ് കണക്കാക്കുക. ഒരാളുടെ തന്നെ ശരീരഭാഗങ്ങൾ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട്. തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളുടെ ഭാഗങ്ങളും പ്രത്യേകമായി കിട്ടിയിട്ടുണ്ടാകാം. ഇതെല്ലാം ഇപ്പോൾ തിരിച്ചറിയുക പ്രയാസമാണ്. അതിനാൽ എല്ലാ ശരീരഭാഗങ്ങളുടെയും തിരിച്ചറിഞ്ഞതുൾപ്പെടെയുള്ള എല്ലാ മൃതദേഹങ്ങളുടെയും DNA സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. പരിശോധനാ ഫലം മുഴുവനും വന്ന ശേഷം മാത്രമേ മൃതദേഹങ്ങളുടെ കൃത്യമായ എണ്ണം കണക്കാക്കാനാവും. പ്രദേശത്ത് നിന്ന് കാണാതായ 131 പേരുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ലഭിച്ച ശരീരഭാഗങ്ങളുടെ എണ്ണം മരിച്ചവരുടെ എണ്ണമായി പറയുന്നത് ശാസ്ത്രീയമായി ശരിയല്ല. തെരച്ചിൽ പൂർണ്ണമായിട്ടില്ല. ഇതിൽ 225 മൃതദേഹങ്ങളും 195 ശരീരഭാഗങ്ങളും ചേർത്ത് 420 പോസ്റ്റ്മോർട്ടങ്ങൾ നടത്തിക്കഴിഞ്ഞു. 7 ശരീരഭാഗങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. 178 മൃതദേഹങ്ങളും 2 ശരീരഭാഗങ്ങളും ബന്ധുക്കൾക്ക് വിട്ടു നൽകി. 47 മൃതദേഹങ്ങളും 186 ശരീരഭാഗങ്ങളും ചേർത്ത് ആകെ 233 സംസ്കാരങ്ങളാണ് നടന്നത്. ഉരുൾപൊട്ടൽ സംഭവിച്ച മേഖലയിൽ മേപ്പാടി 14 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു. 641 കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. അതിൽ 735 പുരുഷന്മാരും 743 സ്ത്രീകളും 464 കുട്ടികളുമടക്കം 1942 പേരാണ് ഉള്ളത്. ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസം ഉറപ്പാക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ 27 ക്വാർട്ടേഴ്സുകൾ ഉൾപ്പെടെ 91 സർക്കാർ ക്വാർട്ടേഴ്സുകൾ ലഭ്യമാക്കും. മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ നാളെ ജനകീയ തെരച്ചിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും മറ്റുമായി കഴിയുന്നവരെ കൂടി ഉൾപ്പെടുത്തിയാണ് തെരച്ചിൽ നടത്തുക. ദുരന്തത്തിന് ഇരകളായവരിൽ തെരച്ചിലിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവരെ വാഹനങ്ങളിൽ വീടുകൾ നിലനിന്നിരുന്ന സ്ഥലങ്ങളിലേക്കും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും മറ്റ് തെരച്ചിൽ സംഘങ്ങളുടെയും കൂടെയായിരിക്കും ഇവരെ ദുരന്തമുണ്ടായ സ്ഥലങ്ങളിലേക്ക് അയക്കുക. ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളെ 6 മേഖലകളായി തിരിച്ചാണ് തെരച്ചിൽ നടത്തുക. ഇതിനകം സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുള്ള
തെരച്ചിൽ ഇവിടങ്ങളിൽ നടത്തിയിട്ടുണ്ട്. എങ്കിലും ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് ആരെയെങ്കിലും കണ്ടെത്താനാകുമോ എന്ന അവസാനവട്ട പരിശ്രമമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്.